ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ARC ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം. സർവേയിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ എറേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എററിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കിയത്. ഓക്കെ, പ്രോബ്ലംസ് എല്ലാം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് തിയറി പോർഷനാണ് നോക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഞാനൊരു ലെങ്ത്, ഒരു ലൈൻ, ഇതെൻ്റെ എർത്താണ്. ഈ എർത്തിലുള്ള ഒരു ലൈനിൻ്റെ ലെങ്താണ് ഞാൻ അളന്നെടുത്തിരിക്കുന്നത്. ഓക്കെ, അളന്നെടുത്തിട്ട് ഞാൻ എത്ര പറയുന്നു? 20 മീറ്റർ എന്ന് പറയുന്നു. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ സർഫസ് അണ്ടുലേറ്റിംഗ് ആണ് അല്ലേ? ഓക്കെ, അണ്ടുലേറ്റിംഗ് ആണ്. ശരി, ഞാൻ ആദ്യം അളന്ന ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ ഉള്ളൊരു ലെങ്താണ്. ഇവിടെ ഉള്ളൊരു ലെങ്താണ് ഞാൻ അളന്നെടുത്തത്. ഓക്കെ, പിന്നെ ഞാൻ അളന്നെടുത്തത് എവിടെയാണ്? ഇവിടെ ഉള്ളൊരു ലെങ്താണ്. നോക്കിയേ, നമ്മുടെ ഭൂമി എന്താണ്? ഒരു സ്ഫിയർ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഈ പല പോർഷനുകൾ, ഈ ഭൂമിയുടെ അണ്ടുലേഷൻസിൻ്റെ പല പോർഷനുകൾ പല ലെവലിലാണ് കിടക്കുന്നത്. ഓക്കെ, പല ഹൈറ്റ് ഡിഫറൻസിലാണ് കിടക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ലൈനിൻ്റെ ഈ ഒരു ലെവലിലായിരിക്കും ഒരു ലൈൻ കിടക്കുന്നത്. AB എന്ന് പറയുന്ന ഒരു ലൈൻ, ഈ ടോപ്പ് പോർഷനിലുള്ള ഒരു ലൈൻ ആ ഒരു ലെവലിലായിരിക്കും കിടക്കുന്നത്. ഇനി വേറൊരു ലൈൻ BC എന്ന് പറയുന്ന ഒരു ലൈൻ കുറച്ചുകൂടി എർത്തിൻ്റെ ആ ഒരു സ്ഫെറിക്കൽ സർഫസിൻ്റെ അടുത്തേക്കായിരിക്കും കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ലൈൻ അളന്നിട്ട് 20 മീറ്റർ എന്ന് പറയുന്നു. അതുപോലെ ഈ ഒരു ലൈൻ അളന്നിട്ടും 20 മീറ്റർ എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഈ 20 മീറ്റർ ഉള്ള ഒരു ലൈനെ ഞാൻ എടുത്ത് നൂത്ത് വെച്ചു, 20 മീറ്റർ. അതുപോലെ ഇവിടെ ഉള്ള ആ ഒരു 20 മീറ്റർ പറഞ്ഞ ലൈനിനെ ഞാൻ എന്ത് ചെയ്തു? എടുത്ത് നൂത്ത് വയ്ക്കുന്നു, 20 മീറ്റർ. നോക്കിയേ, ഈ കർവേച്ചർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ലെങ്തുകൾ മാറിക്കൊണ്ടിരിക്കും. ഇവ തമ്മിൽ എക്സാക്റ്റ്ലി മാച്ച് ആവണമെന്നില്ല. ഓക്കെ, ഈ കർവേച്ചർ മാറുന്നതിനനുസരിച്ച് സപ്പോസ് ഞാൻ ഇത്തിരി കൂടെ മുകളിലേക്ക് ഒരു ലൈൻ നിൽക്കുകയാണെങ്കിൽ ഇതും സെയിം അളവ് എനിക്ക് അളന്നപ്പോൾ കിട്ടിയെങ്കിലും ഇത് മൂന്നും കൂടി മാച്ച് ആവണമെന്നില്ല. എന്തുകൊണ്ടാണ്? ഈ ഭൂമിയുടെ സ്ഫെറിക്കൽ സർഫസ് കാരണം, സ്ഫെറിക്കൽ സർഫസും ഭൂമിയുടെ അണ്ടുലേഷൻസും തമ്മിലുള്ള ഡിഫറൻസ് കാരണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അളക്കുന്ന എല്ലാ ലെങ്തുകളെയും ഒരു കോമൺ ഡേറ്റത്തിലേക്ക്, ഒരു കോമൺ ലെവലിലേക്ക് കൊണ്ടുവരണം, ഒരു കോമൺ ഹൈറ്റിലേക്ക് കൊണ്ടുവരണം. ഓക്കെ ആണല്ലോ. ശരി, അങ്ങനെ ഞാനൊരു കോമൺ ഹൈറ്റിലേക്ക് കൊണ്ടുവരാനായി എടുക്കുന്ന ആ ഒരു റെഫറൻസിനെ പറയുന്ന പേരാണ് മീൻ സീ ലെവൽ. എന്താണ്? മീൻ സീ ലെവൽ. അതായത് എൻ്റെ ഭൂമി ഇങ്ങനെ അണ്ടുലേറ്റിംഗ് ആണെങ്കിൽ കൂടി ഞാൻ എന്ത് ചെയ്യണം? ഭൂമിനെ ഒരു സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് ഞാനൊരു ലെവൽ സർഫസ് കൺസിഡർ ചെയ്യണം. ആ ലെവൽ സർഫസ് എന്ന് പറയുന്നത് മീൻ സീ ലെവലാണ്. ഓക്കെ, നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടില്ലേ, സമുദ്രനിരപ്പിൽ നിന്ന് ഇത്ര ഉയരത്തിൽ, സമുദ്രനിരപ്പിൽ നിന്നും 10 അടി ഉയരത്തിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡേറ്റമായിട്ട് എന്തിനെ കൊണ്ടുവരുന്നു? മീൻ സീ ലെവലിനെ കൊണ്ടുവരുന്നു. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലെവലിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാണ്ട് തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡേറ്റമായി മീൻ സീ ലെവലിനെ കൺസിഡർ ചെയ്യുന്നു എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ശരി, ഇനി എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ ഡേറ്റം പറഞ്ഞു മീൻ സീ ലെവലാണെന്ന് പറഞ്ഞു. ശരി, എൻ്റെ ഡേറ്റ ഞാൻ വരയ്ക്കുക. മീൻ സീ ലെവൽ. ഞാനൊരു ലെങ്ത് അളന്നു. ഒരു ലെങ്ത് ഞാൻ അളന്നു. എത്ര? L എന്ന് പറയുന്ന ലെങ്തിനെ ഞാൻ അളന്നു. നോക്കിയേ, ആ L എന്ന് പറയുന്ന ലെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എൻ്റെ ഡേറ്റത്തിലെ ലെങ്ത് എത്ര എന്നാണ് ഞാൻ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഞാൻ അളന്ന സ്ഥലം സാധാരണ നമ്മുടെ സ്ഥലങ്ങളെല്ലാം ടോപ്പോഗ്രഫി എന്ന് പറയുന്ന മീൻ സീ ലെവലിനേക്കാൾ മുകളിലുള്ള സ്ഥലങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? മുകളിലുള്ള ഒരു പോർഷൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, മീൻ സീ ലെവലിന് മുകളിലുള്ള ഒരു പോർഷനിലാണ് ഞാൻ എന്ത് ചെയ്തത്? സർവേ നടത്തിയത്. ആ പോർഷനിൽ എനിക്ക് L ലെങ്ത് കിട്ടി. ആ ലൈനിന് എത്ര കിട്ടി? L ലെങ്ത് കിട്ടി. ആ ലൈനെ ഞാൻ എന്ത് ചെയ്യണം? മീൻ സീ ലെവലിലേക്ക് റെഡ്യൂസ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ സർവേയിങ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണെന്ന് പറഞ്ഞു. ആ പ്ലെയിൻ എവിടെ കിടക്കുന്ന പ്ലെയിനാണ്? പ്ലെയിൻ എന്ന് പറയുന്നത് മീൻ സീ ലെവലിലുള്ള പ്ലെയിനാണ്. ഓക്കെ, ഞാൻ കൺസിഡർ ചെയ്യാനുള്ള പ്ലെയിൻ എന്ന് പറയുന്നത് എവിടെ ഉള്ളതാണ്? മീൻ സീ ലെവലിലുള്ള പ്ലെയിനിൽ വേണം ഞാൻ കൺസിഡർ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ മീൻ സീ ലെവലിൽ നിന്ന് മുകളിൽ കിട്ടിയ ആ ഒരു വരേനെ ഞാൻ എന്ത് ചെയ്യണം? മീൻ സീ ലെവലിലേക്ക് റെഡ്യൂസ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയേ, ആ ലൈനെ, ഞാൻ അളന്ന ലൈനെ ഭൂമിയുടെ സെൻറ്ററുമായി യോജിപ്പിച്ചാൽ മതി. ഓക്കെ, ഇതാണെന്ത്? മീൻ സീ ലെവൽ. സോ മീൻ സീ ലെവൽ തൊട്ട് നമ്മുടെ ഭൂമിയുടെ സെൻറ്റർ, O എന്ന് പറയുന്നത് എന്താണ്?
O എന്ന് പറയുന്നത് എന്താണ്? സെന്റർ ഓഫ് എർത്ത്. സെന്റർ ഓഫ് എർത്ത്, ഭൂമിയുടെ സെന്ററിലേക്ക് ഞാൻ യോജിപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു ലെങ്തിനെ എനിക്ക് എന്തെന്ന് പറയാം? റേഡിയസ് ഓഫ് എർത്ത്. റേഡിയസ് ഓഫ് എർത്ത് എവിടെയോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? എവിടെയോ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ? ഭൂമിയുടെ ഷേപ്പ്, റേഡിയസ് ഓഫ് എർത്ത്. അവിടെ ഞാൻ പറഞ്ഞു ആറിൻ്റെ വാല്യൂ കാണാതെ പഠിക്കേണ്ട. ഒരുപാട് സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? യൂസ് ചെയ്യേണ്ടി വരും. സോ ആറിൻ്റെ വാല്യൂ എനിക്കറിയാം എത്ര? 6370 കിലോമീറ്റർ. ഇവിടെയും കാണാതെ പഠിക്കേണ്ട. ഇനിയും നമ്മൾ ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യേണ്ടി വരും. യൂസ് ചെയ്ത് നമ്മളതങ്ങ് പഠിച്ചോളും. ഓക്കെ, ആറിൻ്റെ വാല്യൂ നമുക്കറിയാം. ഓക്കെ, അതവിടെ നിന്നോട്ടെ. നോക്കി, ഞാൻ അളന്ന എൻ്റെ ലൈൻ എന്ന് പറയുന്നത് മീൻ സീ ലെവലിൽ നിന്നും എച്ച് ഹൈറ്റിലുള്ള ഒരു പോയിന്റിലാണ് ഞാൻ സർവേ നടത്തിയ എൻ്റെ ഭൂമി എർത്ത് എന്ന് പറയുന്നത് മീൻ സീ ലെവലിൽ നിന്ന് എച്ച് ഹൈറ്റിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും 150 മീറ്റർ മുകളിലുള്ള ഒരു സ്ഥലത്താണ് ഞാൻ സർവേ നടത്തിയത്. ഓക്കെ, ആ ഡേറ്റ എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ എൽ എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി ഡിസ്റ്റൻസ്, മീൻ സീ ലെവലിലെ ഡി ഡിസ്റ്റൻസ്, ഈ ഡി ഡിസ്റ്റൻസ് എത്രയെന്ന് ഞാൻ കണ്ടുപിടിക്കണം. ഓക്കെ, അതിനെന്താ ചെയ്യുന്നത്? നേരത്തെ നമ്മൾ ചെയ്ത അതേ കൺസെപ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഫീൽഡ് ബുക്കിൽ ഞാൻ എന്തെന്ന് എഴുതി? മെഷർ ചെയ്ത ലൈൻ എ ബി എന്ന് പറയുന്നത് എത്രയെന്ന് എഴുതി? എൽ ഡിസ്റ്റൻസ് ആണെന്ന് എഴുതി. പക്ഷേ ആക്ച്വലി അത് എത്രയുള്ളൂ? ആക്ച്വലി അത് എത്രയുള്ളൂ? ദേ ഡി എ ഉള്ളൂ അല്ലേ? ഡി. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ബുക്കിൽ എഴുതിയ വാല്യൂവിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്ത് കൊടുക്കണം? ഒരു കറക്ഷൻ. നമ്മൾ അങ്ങനെയല്ലേ ഇത്രയും നേരം പ്രോബ്ലം ചെയ്ത് ഒരു കറക്ഷൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? ആക്ച്വൽ ആയിട്ടുള്ളത് കിട്ടണം അല്ലേ? സോ ഈ കറക്ഷനെ പറയുന്ന പേരാണ് കറക്ഷൻ ഫോർ മീൻ സീ ലെവൽ. ഓക്കെ, ഇവിടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള കറക്ഷൻ എന്താണ്? കറക്ഷൻ ഫോർ മീൻ സീ ലെവൽ. ശരി, നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ എനിക്ക് സിമിലാരിറ്റി യൂസ് ചെയ്തൂടെ? ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിളിനും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആംഗിൾ ഉണ്ടല്ലേ? കോമൺ ആയിട്ടൊരു ആംഗിൾ ഉണ്ട്. ഇവിടെ രണ്ട് പോർഷൻ ഉണ്ട്, രണ്ട് സെക്ടർ ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? സിമിലാരിറ്റി യൂസ് ചെയ്യുന്നു. എന്താ? എൽ ഡിവൈഡഡ് ബൈ അതിൻ്റെ റേഡിയസ് എത്ര? ഇതോട്ട് ഇതുവരെ 6, അതോട്ട് മുകളിൽ വരെ എച്ച്. സോ എൽ ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, എൽ ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു ഡി ഡിവൈഡ് ബൈ ആർ. ഓക്കെ, എനിക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഡി എല്ലേ കണ്ടുപിടിക്കാനുള്ളത്. ഡി ഈസ് ഈക്വൽ ടു ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിനെ അപ്പുറത്തുണ്ട് പോവുക. എൽ ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ഇൻറ്റു ആർ. ഓക്കെ, എനിക്ക് ഡി എന്ന് പറയുന്നതിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ശരി, ഇനി ഞാൻ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എൽ പ്ലസ് കറക്ഷൻ ഫോർ മീൻ സീ ലെവൽ ഈസ് ഈക്വൽ ടു ഡി. ഡിൻ്റെ വാല്യൂ എവിടെ? ഡിൻ്റെ വാല്യൂ എൽ ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ഇൻറ്റു ആർ അല്ലേ? എൽ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഇൻറ്റു ആർ. ഓക്കെ, ശരി, ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കറക്ഷൻ ഫോർ മീൻ സീ ലെവൽ കണ്ടുപിടിക്കാം. എന്താ? ഇവിടെ ആരുണ്ട്? എൽ ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ഇൻറ്റു ആർ ഇവിടെ ഉണ്ട്. നോക്കി, ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? എല്ലിനെ ആഡ് ചെയ്തിരിക്കുന്നു. അപ്പുറത്തുണ്ടോ? എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിച്ച് ഈസ് ഈക്വൽ ടു രണ്ടിന് കോമൺ ആയിട്ട് ആരിടാ? എൽ ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് L divided by R plus H minus 1. Okay, which is equal to L into fraction എല്ലാം എന്ത് ചെയ്യുക? ചെയ്തെടുക്കുക. ഇതങ്ങ് പോകുമ്പോഴത്തേക്ക് -R ആയി -H ആയി ഡിവൈഡ് ബൈ R പ്ലസ് എച്ച് എന്ന് കിട്ടി. ഇതാ നോക്കിയേ, ഇവിടെ എന്തുണ്ട്? ഒരു പ്ലസ് ആർ ഉണ്ട്, ഇവിടെ ഒരു -R ഉണ്ട്. രണ്ടുപേരും ഇവിടെ എന്തായി? ക്യാൻസൽ ആയിപ്പോയി അല്ലേ? സോ എൽ ഇൻറ്റു -H ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച്. നോക്കിയേ, ഇവിടെ നമ്മൾ ഇത്രയും ചെയ്തതിൻ്റെ ഒരേ ഒരു കാര്യം, ഇത് കിട്ടുന്ന ഉത്തരം -LH ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച്. LH ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച്. ഇതാണ് എന്ത്? ശരിക്കും കറക്ഷൻ ഫോർ മീൻ സീ ലെവൽ. കറക്ഷൻ ഫോർ മീൻ സീ ലെവൽ എന്ന് പറയുന്നതിൻ്റെ ആക്ച്വൽ ഉത്തരം ഇതാണ്. ഓക്കെ, ശരി. ഇനി ഇതാ ഇവിടെ നമ്മൾ ചെറുതായിട്ടൊരു മാറ്റം വരുത്തുന്നു. മുകളിൽ L ഇൻറ്റു H ഉണ്ട് ഡിവൈഡഡ് ബൈ. ഓക്കെ, ഈ ആറിൻ്റെ വാല്യൂ എത്ര? ആറിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു
6370 കിലോമീറ്റർ അല്ലേ, 6370 കിലോമീറ്റർ. നമ്മുടെ എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ആറിനെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു വാല്യൂ ആയിരിക്കും അല്ലേ. സമുദ്രനിരപ്പിൽ നിന്നും എത്ര, ഒരു 600 മീറ്റർ, 700 മീറ്റർ അല്ലെങ്കിൽ ഒരു 100 മീറ്റർ എന്നൊക്കെ നമുക്ക് ഉയരം പറയാൻ സാധിക്കുള്ളൂ അല്ലേ. സോ കമ്പാരിറ്റീവ്ലി ആറുമായിട്ട്, ഈ 6370 കിലോമീറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എച്ച് എന്ന് പറയുന്നത് എന്താണ്? ആറിനേക്കാൾ വളരെ ചെറിയ ഒരു സംഖ്യയാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ഈ ആർ പ്ലസ് എച്ചിൻ്റെ എച്ചിനെ ഒഴിവാക്കിയിട്ട് -LH/R എന്ന് പറഞ്ഞ് ഇതേ പഠിച്ച് വെക്കാം. കറക്ഷൻ ഫോർ മീൻ സീ ലെവൽ. ഞാൻ വീണ്ടും പറയുന്നു, ഇതിൻ്റെ കറക്റ്റ് കറക്ഷൻ എന്ന് പറയുന്നത് -LH/R+H ആണ്. നോക്കി, ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ കമ്പയർ ചെയ്തിട്ട് എച്ച് ചെറുതായതുകൊണ്ട് നെഗ്ലക്ട് ചെയ്തു. ഓക്കെ ആണല്ലോ, ശരി. അപ്പോൾ ഇതാണ് ഇത് കറക്ഷൻ ഫോർ മീൻ സീ ലെവൽ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പഠിച്ചു വയ്ക്കാനുള്ള ഒറ്റ കാര്യമുള്ളത്, നോക്കി ഇവിടെ കിട്ടിയിരിക്കുന്ന ഉത്തരം എന്താ? മൈനസ്. ഇവിടെ കിട്ടിയിരിക്കുന്ന ഉത്തരം എന്താണ്? മൈനസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബുക്കിലുള്ള വാല്യൂ L പ്ലസ് കറക്ഷൻ എത്ര? -LH/R വിച്ച് ഈസ് ഈക്വൽ ടു ഒറിജിനൽ വാല്യൂ. ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള കറക്ഷൻ എന്താണ്? നെഗറ്റീവാണ്. ലോജിക്കലി നമ്മൾ കണ്ടുപിടിച്ചു. സോ എറർ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് എഴുതുക. ദെയർഫോർ എറർ ഈസ് പോസിറ്റീവ്. ഇത്രയും പഠിക്കാനാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതെല്ലാം ഡീൽ ചെയ്തത്. ഓക്കെ ആണല്ലോ, ശരി. ഇത്രയാണ് നമുക്ക് എന്തുള്ളത്? കറക്ഷൻ ഫോർ മീൻ സീ ലെവൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ശരി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കറക്ഷൻ്റെ കുറച്ച് തിയറി പോർഷനും കൂടി നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, നമ്മളിവിടെ കണ്ടുപിടിച്ച ഒരു കറക്ഷൻ ഞാൻ എടുക്കുക. ഒരു കറക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്താ? ഡ്യൂ ടു മിസ് അലൈൻമെൻറ്റ് നമുക്ക് പിന്നെ നോക്കാം. ആദ്യം നമുക്ക് നോക്കാനുള്ളത് കറക്ഷൻ ഫോർ ചെയിൻ ലെങ്ത്. ഇത് നമ്മൾ മുമ്പ് നോക്കിയതാണ് അല്ലേ. ചെയിൻ ലെങ്ത്, ഉദാഹരണത്തിന് എൻ്റെ ഒറിജിനൽ ചെയിൻ എത്ര ഉണ്ടായിരുന്നു? എൻ്റെ ചെയിൻ എന്ന് പറയുന്നത് 20 മീറ്റർ ആയിരുന്നു. ഞാൻ അറിയാതെ എത്രയായി മാറി? 21 മീറ്റർ ആയി മാറി. ഞാൻ എന്ത് ചെയ്യുന്നു? ഗ്രൗണ്ടിൽ എത്ര ഉണ്ട്? AB എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ AB എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ചെയിൻ കൊണ്ടിട്ടു. സോ ഒരു ഫുൾ ചെയിൻ ആയപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ബുക്കിൽ ഞാൻ 20 മീറ്റർ എന്ന് എഴുതി. പക്ഷേ അതെങ്ങനെ 20 മീറ്റർ എന്നിട്ട് ഇവിടെ ഒരു ഹാൻഡിലുണ്ട് അല്ലേ, ഒരു ബ്രാസ് ഹാൻഡിലുണ്ട്. ഇവിടെ 20 എന്ന് എഴുതിയിരുന്നു. സോ ഞാൻ അതിൽ നോക്കിയിട്ട് എൻ്റെ ബുക്കിൽ 20 എന്ന് എഴുതി. പക്ഷേ ഗ്രൗണ്ടിൽ അത് എത്ര ഉണ്ടായിരുന്നു? കാരണം എന്താ, ഞാൻ അറിയാതെ എൻ്റെ ചെയിൻ 1 മീറ്റർ നീളം കൂടിയില്ലേ. സോ എത്രയായിരുന്നു അത്? ഗ്രൗണ്ടിൽ 21 അല്ലേ. ഗ്രൗണ്ടിൽ എത്രയായിരുന്നു? 21. ഞാൻ ആദ്യത്തെ അളവെടുക്കുമ്പോഴത്തേക്ക് എനിക്ക് വന്ന എറർ എത്ര? +1. ഒരു തവണ ഞാൻ ചെയിൻ ഇടുമ്പോൾ എനിക്ക് വരുന്ന എറർ, ഗ്രൗണ്ടിലെ വാല്യൂ 21 ആയിരുന്നു. സോ എറർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? +1 ആണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഇനി ഒരു തവണ കൂടെ ഞാൻ ചെയിൻ ഇടുന്നു. ഒരു തവണ കൂടെ ചെയിൻ ഇട്ടാൽ എത്രയാവും? വീണ്ടും എറർ ഒന്നുകൂടി കൂടുന്നു. ഒരു തവണ കൂടെ ഞാൻ ചെയിൻ ഇടുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? എറർ ഇങ്ങനെ കൂടുന്നു. ഇങ്ങനെ ഒരേപോലെ കൂടി പോകുന്ന എററുകളെ, അല്ലെങ്കിൽ ഒരേപോലെ കൂടി പോകുന്ന എറർ, അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന ഒരേ ഫിസിക്കൽ ലോസ് സെയിം ഫിസിക്കൽ, നമ്മൾ മുമ്പ് ഡീൽ ചെയ്തതാണ് ഈ സംഭവം. സെയിം ഫിസിക്കൽ ഓർ മാത്തമെറ്റിക്കൽ ലോസ് ആർ ഫോളോയിങ്. ഓക്കെ, ഈ ടൈപ്പ് എററുകൾ എന്ത് ചെയ്യുന്നു? സെയിം ഫിസിക്കൽ ഓർ മാത്തമെറ്റിക്കൽ ലോസ് ഒന്ന് തന്നെ ഞാൻ കൂട്ടി കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് തന്നെ കുറച്ച് കൊടുക്കണം. അങ്ങനെയുള്ള എററുകളെ പറയുന്ന പേരെന്തായിരുന്നു? നമ്മൾ അന്ന് പഠിച്ചു, ക്യുമുലേറ്റീവ് എറർ അല്ലേ. ക്യുമുലേറ്റീവ് എറർ. ഇതിനെ പറയുന്ന മറ്റൊരു പേര് നമ്മൾ നോക്കിയായിരുന്നു, എന്താണ്? സിസ്റ്റമാറ്റിക് എറർ. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഈ സിസ്റ്റമാറ്റിക് എററാണ് നമ്മൾ ഇത്രയും നേരം ഡീൽ ചെയ്തത്. കാരണം എന്താ, നമ്മൾ ഇത്രയും ചെയ്തതിൽ എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഫിസിക്കൽ ലോ അല്ലെങ്കിൽ ഒരു മാത്തമെറ്റിക്കൽ ലോ വെച്ചിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ഇതുവരെ ഡീൽ ചെയ്ത 95% എന്താണ്? സിസ്റ്റമാറ്റിക് എററുകൾ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു ടൈപ്പ് ഓഫ് എററിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാണ്ട് ഡീൽ ചെയ്യാം. ഓക്കെ, ശരി. അതെന്താണെന്ന് വെച്ചാൽ നോക്കിക്കോ, എനിക്കൊരു ചെയിൻ ഉണ്ട്. ഓക്കെ, ഇതെൻ്റെ ബ്രാസ് ഹാൻഡിൽ.
ഇങ്ങനെ പോകുന്നു, ലിങ്ക്, ഓക്കെ, ഇങ്ങനെ പോകുന്ന ഒരു ചെയിൻ ഉണ്ട്. അത് പോയി ഏറ്റവും അവസാനം എത്തുമ്പം അപ്പുറത്ത് എന്തുണ്ട്, ഒരു ബ്രാസ് ഹാൻഡിലുണ്ട് അല്ലേ? 2 ബ്രാസ് ഹാൻഡിലാണ് നമുക്കുള്ളത്. ഒരെണ്ണം ഈ വശത്തേക്കുന്ന ആളും പിടിക്കും, ഒരെണ്ണം അപ്പുറത്തേക്കുന്ന ആളും പിടിക്കും. ആ ബ്രാസ് ഹാൻഡിലുകളുടെ ഔട്ട് ടു ഔട്ട് ഉള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ചെയിൻ ലെങ്ത്. ഔട്ട് ടു ഔട്ട് ഉള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്ത്? ചെയിൻ ലെങ്ത്. ഓക്കെ ആണല്ലോ? ശരി, ഇനി ഇതാ നോക്കിയേ, ഞാൻ ഈ ചെയിൻ വെച്ചിട്ട് 2 പോയിന്റുകൾ അളക്കുകയാണ്. പ്ലാൻ വ്യൂ ആണ്, ഞാൻ എൻ്റെ മേലിൽ നിന്ന് നോക്കുക. ഇത് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഓക്കെ, ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇനി എന്താ, സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഡി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതതിൻ്റെ ഫ്രണ്ട് വ്യൂ, എ ബി സി ഡി. ഓക്കെ, ഈ എ ബി എന്ന് പറയുന്നതിൻ്റെ ഡിസ്റ്റൻസ് ഒരു ചെയിൻ ലെങ്ത് ആണ്. ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ബ്രാസ് ഹാൻഡിൽ എടുത്തുകൊണ്ട് വന്ന് എയിലിടണം. പിന്നെ എന്ത് ചെയ്യണം, ഞാൻ ബിയിലേക്ക് രണ്ടാമത്തേനെ നീട്ടി പിടിക്കുമ്പോഴത്തേക്ക് എനിക്ക് എത്ര കിട്ടും? 20 മീറ്റർ കിട്ടുമല്ലേ? സോ നോക്കിയേ, ഞാനിവിടെ എന്ത് ചെയ്യണം, എ ടു ബി എന്ന് പറയുമ്പോൾ ഔട്ട് ടു ഔട്ടല്ലേ ഞാൻ കണ്ടുപിടിക്കാനുള്ളത്. സോ ഞാൻ എന്ത് ചെയ്തു, എയുടെ ലെഫ്റ്റ് പോർഷനിൽ ഞാൻ എൻ്റെ ചെയിൻ വെച്ചു, ബി വര അളന്നിട്ട് ഇവിടെ റൈറ്റ് പോർഷനിൽ ഞാൻ ചെയിൻ വെച്ചു. സോ എനിക്ക് എന്ത് ചെയ്യാം, ഔട്ട് ടു ഔട്ട് 20 മീറ്റർ ആണ്. ഞാൻ എൻ്റെ ബുക്കിൽ എത്രയെന്ന് എഴുതി, ഞാൻ എൻ്റെ ബുക്കിൽ എ ബി ഈസ് ഈക്വൽ ടു 20 മീറ്റർ എന്ന് എഴുതി. ഓക്കെ, ശരി. ഇനി ഞാൻ ചെയ്തത്, രണ്ടാമത് ചെയ്തപ്പോൾ ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് വെച്ചത്. ഇവിടം വരെ ഇവിടെയും റൈറ്റ് സൈഡിലാണ് ഞാൻ വെച്ചത്. നോക്കിയേ, രണ്ടാമത് ഞാൻ ചെയിൻ എടുത്ത് അവിടെ കൊണ്ട് വെച്ചപ്പോൾ മിസ്റ്റേക്കൺലി എവിടെയാണ് ഞാൻ തുടങ്ങാനുള്ളത്, ഇവിടെ നിന്നാണ് ഞാൻ ചെയിൻ വെച്ച് തുടങ്ങാനുള്ളത്. അതായത് ഇവിടെ നിന്നാണ് ചെയിൻ വെച്ച് തുടങ്ങാനുള്ളത്. കാരണം എന്താ, നമുക്കറിയാം ചെയിൻ ലെങ്ത് എന്ന് പറയുന്നത് ഔട്ട് ടു ഔട്ടാണ്. സോ ഇവിടെ വെച്ചാണ് ഞാൻ തുടങ്ങാനുള്ളത്. മനസ്സിലാക്കിക്കോ. ഇനി എന്ത് ചെയ്യുക, ഞാനിവിടെ ആക്സിഡൻ്റലി ഞാൻ എന്ത് ചെയ്തു, രണ്ടാമത്തെ ചെയിൻ ഇപ്പുറത്തെ വശത്ത് വെച്ച് തുടങ്ങി. അത് എവിടെയോ തീർന്നു. ചിലപ്പോൾ ഇപ്പുറത്തെ വശം ഇങ്ങറ്റത്ത് തന്നെ ആയിരിക്കാം തീർന്നത്. ഓക്കെ, ശരി. ഇവിടെ ഞാൻ നോക്കിയേ, ഇത്രയും പോർഷനിൽ ഒരു ഓവർലാപ്പ് സംഭവിച്ചു. മീൻസ് അവിടെ ഒരു എറർ ഉണ്ടായി. ഓക്കെ ആണല്ലോ? ഇത് ഞാൻ നോട്ടീസ് ചെയ്തില്ല. കാരണം എന്താ, നോട്ടീസ് ചെയ്തെങ്കിൽ എനിക്ക് അപ്പുറത്ത് വെച്ച് പിടിക്കാമായിരുന്നു അല്ലേ? നോട്ടീസ് ഞാൻ ചെയ്തില്ല. ഇനി എന്ത് ചെയ്യുന്നു, വീണ്ടും അപ്പുറത്ത് പോയിട്ട് ഞാൻ ചെയിൻ ഇടുന്നു. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പുറത്ത് നേരത്തെ പോലെ ഓവർലാപ്പ് ചെയ്തില്ല, ഇവിടെ വെച്ചു, കറക്റ്റ് പൊസിഷനിൽ വെച്ചു. പകരം ഈ അറ്റം വന്നപ്പോൾ ഞാൻ പിടിച്ചത് ഇവിടെ ആയിപ്പോയി. ഓക്കെ, ഇതെന്താ, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പാറ്റേൺ ഇവിടെ ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, പ്രോപ്പറായിട്ടുള്ളൊരു പാറ്റേൺ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഫോളോ ചെയ്യുന്നില്ല. ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതിൻ്റെ ഇപ്പുറത്ത് വെച്ച് പിടിക്കുന്നു, ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പുറത്ത് വെച്ച് പിടിക്കുന്നു, ചിലപ്പോൾ ഇതിൻ്റെ എൻഡ് ഇവിടെ വരുന്നു, ചിലപ്പോൾ ഇത് അപ്പുറത്ത് വരുന്നു. നോക്കിയേ, ഒരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻ അല്ലെങ്കിൽ ഒരു കോമൺ റിലേഷൻ ഇവർ തമ്മിൽ കീപ്പ് ചെയ്യുന്നില്ല. നേരത്തെ അങ്ങനെയല്ല. ഇവിടെ ലെങ്ത് 1 മീറ്റർ കൂടിപ്പോയെങ്കിൽ അപ്പുറവും കൂടുന്നു, അതിൻ്റെ അപ്പുറവും കൂടുന്നു. എല്ലാ സ്ഥലത്തും ഒരുപോലെ ക്യുമുലേറ്റീവായിട്ട് എറർ പോകുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എന്തൊക്കെയോ സംഭവിക്കുന്നു. ആദ്യം ഇപ്പുറത്ത് വയ്ക്കുന്നു, പിന്നെ അപ്പുറത്ത് വയ്ക്കുന്നു, ഈ ലെങ്ത് എടുക്കുന്നതിലൊക്കെ ഓരോ മാറ്റം വരുന്നു. സോ ഇങ്ങനെ ഫിസിക്കൽ ലോസ് ഒന്നും കീപ്പ് ചെയ്യാതെ നടക്കുന്ന ഈ ടൈപ്പ് ഓഫ് എററുകളെ പറയുന്ന പേരാണ് റാൻഡം എറേഴ്സ് or accidental errors. ഓക്കെ, ആക്സിഡൻ്റൽ എറേഴ്സ്. ഓക്കെ, ശരി. ഇങ്ങനെ ഞാൻ ചെയ്ത് പോകുമ്പോൾ ഓക്കെ, ഇവിടെ എന്ത് സംഭവിച്ചു, ഒരു ഓവർലാപ്പ് സംഭവിച്ചു അല്ലേ? ഇവിടെ എന്ത് സംഭവിച്ചു, ഒരു ഓവർലാപ്പ് സംഭവിക്കുന്നു. ചിലപ്പോൾ ഞാൻ എന്താ നോക്കിയ ഒരു കണ്ടീഷൻ, ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ചെയിൻ പിടിച്ചിട്ട് ഇവിടെ വെച്ച് തീർത്തു. സീൻ്റെ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് ഞാൻ ചെയിൻ ചെയ്ത് തീർത്തു. നോക്കിയേ, അപ്പുറത്തുനിന്ന് എടുത്തപ്പോഴത്തേക്ക് എന്തായിപ്പോയി, സീൻ്റെ റൈറ്റ് സൈഡിൽ നിന്നായിപ്പോയി.
ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, സി തുടക്കത്തിൽ വെച്ച് ഞാൻ നിർത്തി. അപ്പുറത്ത് എടുക്കുന്ന എന്താ, ആ സിയെ കൺസിഡർ ചെയ്യാതെ അതിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കുന്നു. നോക്കിയേ, ഇത്രയും സ്ഥലത്ത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അളവേ എടുക്കുന്നില്ല. ഓക്കെ, അവിടെ ഒരു ഗ്യാപ്പ് സംഭവിച്ചു അല്ലേ, ഗ്യാപ്പ് സംഭവിച്ചു. നോക്കിയേ, ഇവിടെ എന്ത് സംഭവിച്ചു, ഞാൻ 2 തവണ എടുത്തു, ഓവർലാപ്പായി, ഞാൻ 2 തവണ ഒരേ ലെങ്ത് അളന്നു. ഓക്കെ, ഇവിടെ എന്ത് സംഭവിച്ചു, ഒരു ഗ്യാപ്പ് വന്നു. ഓക്കെ, ഉദാഹരണത്തിന് ഈ ഓവർലാപ്പ് എന്ന് പറയുന്നത് ഒരു 10 സെന്റിമീറ്റർ ആയിരുന്നെന്ന് വെച്ചോ, ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്, 10 സെന്റിമീറ്റർ ആയിരുന്നെന്ന് വെച്ചോ. നോക്കി, ഇവിടെ ഞാൻ 2 തവണ 10 സെന്റിമീറ്റർ എടുത്തല്ലേ, 10 + 10 20. നോക്കി, ഇവിടെ ഞാൻ ഒരു തവണ പോലും എടുത്തിട്ടില്ല, 0. അപ്പൊ എന്ത് സംഭവിക്കുന്നു, ടോട്ടൽ ലെങ്തിൽ ഈ ഒരു 20ഉം ഈ ഒരു 0യും കൂടി തമ്മിൽ എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ആയി 10 എന്ന് പറയുന്ന ഒറിജിനൽ വാല്യൂ കിട്ടുന്നു. അങ്ങനെ ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. ഓക്കെ, എററുകൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, തമ്മിൽ കോമ്പൻസേറ്റ് ചെയ്തു പോകുന്നു. എന്ത് സംഭവിക്കുന്നു, കോമ്പൻസേറ്റ് ചെയ്തു പോകുന്നു. അതുകൊണ്ട് ഈ ടൈപ്പ് എററുകൾക്ക് പറയുന്ന മറ്റൊരു പേരാണെന്ത്, കോമ്പൻസേറ്റീവ് എറേഴ്സ്. കോമ്പൻസേറ്റീവ് എറേഴ്സ്. എന്തുകൊണ്ട് കോമ്പൻസേറ്റീവ് എറർ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. ഓക്കെ, ദാ ഇവിടെ ഞാൻ എപ്പോഴും യൂസ് ചെയ്ത ഒരു വാക്ക് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം, ചിലപ്പോൾ ഇവിടെ വെക്കാം, ചിലപ്പോൾ എടുക്കാം. അവിടെ എന്താ വരുന്ന, അൺസർട്ടൈനിറ്റി. അങ്ങനെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെ, അങ്ങനെ വരാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. സോ ഈ ടൈപ്പ് എററുകൾ എന്ത് ചെയ്യുന്നു, ഫോളോസ് ലോസ് ഓഫ് പ്രോബബിലിറ്റി. ലോസ് ഓഫ് പ്രോബബിലിറ്റി. കോമ്പൻസേറ്റീവ് എററുകൾ ലോ ഓഫ് പ്രോബബിലിറ്റി ഫോളോ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവ തമ്മിൽ ക്യാൻസൽ ആയി പോകാനുള്ള സാധ്യതയുണ്ട്, ഇവ തമ്മിൽ ആഡായി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സാധ്യതകളാണ്. സോ ഇവ എന്ത് ചെയ്യുന്നു, ലോ ഓഫ് പ്രോബബിലിറ്റി കീപ്പ് ചെയ്യുന്നു. ലോ ഓഫ് പ്രോബബിലിറ്റിയിൽ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ എന്തൊക്കെ പ്രോബബിലിറ്റിയാണ് അവിടെ ഉണ്ടാകാൻ സാധ്യത. ഫസ്റ്റ് വൺ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എറേഴ്സ് ആർ ഈക്വലി ലൈക്ലി. എന്താ അർത്ഥം നോക്കിയേ, ഞാൻ ആ ഒരു പോയിന്റ് സി എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് ഞാൻ എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ആയിരുന്നു എനിക്ക് കറക്റ്റ് അളവെടുക്കാനുള്ള സ്ഥലത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ചെയിൻ തീർക്കുന്നു. ഇവിടെ ഒരു എറർ സംഭവിക്കുന്നു. ഓക്കെ, ഇതങ്ങ് എത്തിയിട്ടില്ല. ഇതൊരു കണ്ടീഷൻ. നോക്കിയേ, അല്ലെങ്കിൽ എന്താ, ഞാൻ ഇവിടെ നിന്നായിരുന്നു ചെയിൻ അങ്ങോട്ട് വെച്ച് തുടങ്ങാനുള്ളത്, പകരം ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ ഈ വശത്ത് ചെയിൻ വെച്ചിട്ട് തുടങ്ങുന്നു. നോക്കിയേ, ഇവിടെ ഗ്യാപ്പ് വന്നു, ഇവിടെ ഓവർലാപ്പ് വന്നു. ഇതിന് രണ്ടിനുമുള്ള സാധ്യതയുണ്ട്, ഒരുപോലുള്ള സാധ്യതയുണ്ട്. സോ എന്താ പറയുന്നത്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എറേഴ്സ് ആർ ഈക്വലി ലൈക്ലി. മനസ്സിലായല്ലോ. ഞാൻ എടുക്കാനുള്ള സ്ഥലത്തിന്റെ അവിടെ എത്താതെയും ഇരിക്കാം, അത് കഴിഞ്ഞും പോകാം. അതിനുള്ള സാധ്യത എന്താണ്, ഈക്വൽ ആണ്, തുല്യമാണ്. ഓക്കെ, ശരി. അതാണ് എന്ത്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എറേഴ്സ് ആർ ഈക്വലി ലൈക്ലി. രണ്ടാമത്തെ നമുക്ക് നോക്കാം, ലാർജ് എറേഴ്സ് ആർ നോട്ട് occurs or impossible. അതെന്താ നോക്കിയേ, സി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടായിരുന്നു, അതിന്റെ ഇപ്പുറത്ത് എന്താ, ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, അതിന്റെ അപ്പുറത്ത് എന്താ, ഡി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഓക്കെ, ഈ സിന്റെ ലെഫ്റ്റ് സൈഡിലും ആയി പോവാം, സിന്റെ റൈറ്റ് സൈഡിലും ആയി പോവാം, അതിന് ചാൻസ് ഉണ്ട്. അതേസമയം സിയിൽ എടുക്കുന്നതിന് പകരം ഞാൻ സി എന്ന് പറഞ്ഞുകൊണ്ട് ബിയിൽ ചെന്ന് എടുക്കില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതെന്താണ്, അതൊരു മിസ്റ്റേക്കാണ്, അതൊരു എററല്ല, അതൊരു മിസ്റ്റേക്കാണ്. സിക്ക് വരെ ഞാൻ എന്ത് ചെയ്യില്ല, സി എന്നും പറഞ്ഞുകൊണ്ട് ഡിയിൽ പോയി നിന്നും എടുക്കില്ല. ഓക്കെ, അതെന്താണ്, വലിയ ഒരു എററാണ്. ഓക്കെ, അങ്ങനത്തെ വലിയ എററുകൾ, ലാർജ് എറേഴ്സ് ആർ നോട്ട് ഒക്കറിങ്, അതെന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ഓക്കെ, ശരി. ഇനി എന്താ, സ്മോൾ എറേഴ്സ്, ചെറിയ എററുകൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സ്മോൾ എറേഴ്സ് ആർ ഫ്രീക്വന്റ്.
ഫ്രീക്വൻ്റ് ആയിട്ട് ചെറിയ എററുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് പ്രോബബിലിറ്റി ഓഫ് സ്മോൾ എറേഴ്സ് എന്ന് പറയുന്നത് ഹൈ ആണ്. പ്രോബബിലിറ്റി ഓഫ് സ്മോൾ എറേഴ്സ് എന്ന് പറയുന്നത് ഹൈ ആണ്. ഓക്കെ, ഈ 3 സംഭവമാണ് എന്ത്, ഈ 3 ലോസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായല്ലോ? ഓക്കെ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എറേഴ്സ് ആർ ഈക്വലി ലൈക്ലി. വലിയ എററുകൾ, ലാർജ് എററുകൾ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. അതുപോലെ സ്മോൾ എററുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, പ്രോബബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പ്രോബബിലിറ്റിയിൽ എറർ കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ഓക്കെ, ഞാനിപ്പം ഒരു ഡേറ്റയെ കുറിച്ച് ഉദാഹരണത്തിന് ഒരു ട്രെയിൻ ലേറ്റ് ആവാനുള്ള ചാൻസ് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, കോഴിക്കോട് ARCയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ഓക്കെ, ഞാനിപ്പോൾ ജനശതാബ്ദിയിൽ ടിക്കറ്റ് എടുത്തിരിക്കുന്നു. അത് ലേറ്റ് ആകുമോ ഇല്ലയോ, അല്ലെങ്കിൽ നേരത്തെ എത്തുമോ ഇല്ലയോ, അതെന്ത് ചെയ്യാൻ പറ്റുമോ? എനിക്ക് പ്രോബബിലിറ്റി വെച്ചേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, കഴിഞ്ഞ കുറേ നാളത്തെ ഡേറ്റ എടുക്കുന്നു അല്ലേ. കഴിഞ്ഞ കുറേ കാലത്ത്, ഒരു 1.5 മാസം മുമ്പുള്ള ഡേറ്റ ഞാൻ എടുത്തു നോക്കുന്നു. രാത്രി 9:30 ട്രിവാൻഡ്രം എത്താനുള്ള വണ്ടി കഴിഞ്ഞ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കൊണ്ട് 9:30 മുമ്പേ അല്ലെങ്കിൽ ഒരു 9:25 എത്തിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ കയറാൻ പോകുന്ന എനിക്ക് എന്ത് വിചാരിക്കാൻ പറ്റും? 1.5 മാസം കൊണ്ട് ഇത് കറക്റ്റ് സമയത്ത് പോകുന്നു, നാളെയും കറക്റ്റ് സമയത്ത് പോകുമായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോബബിലിറ്റി വെച്ചിട്ട് എററുകൾ കുറയ്ക്കാൻ ഞാൻ എന്ത് ചെയ്യണം, സാമ്പിളുകളുടെ സൈസ് കൂട്ടണം. ഓക്കെ, ടു മിനിമൈസ് എറേഴ്സ്. ഏത് കോമ്പൻസേറ്റീവ് ടൈപ്പ് ഓഫ് എറേഴ്സ് ഞാൻ എന്ത് ചെയ്യണം, I have to increase my number of samples. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് എന്തിലുള്ളത്, കോമ്പൻസേറ്റീവ് എറർ എന്ന് പറയുന്ന കൺസെപ്റ്റിലെ തിയറി ഉള്ളത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നോക്കിയേ, കമന്റ് ദി നേച്ചർ ഓഫ് ഫോളോയിങ് എറേഴ്സ്. വാക്ക് ശ്രദ്ധിക്കുക, നേച്ചർ ഓഫ് ഫോളോയിങ് എററുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡീല് ചെയ്യാനുള്ളത് അല്ലേ. എററുകളാണ് നമുക്ക് ഡീല് ചെയ്യാനുള്ളത്. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്ഷൻ കണ്ടുപിടിക്കുന്നു. ആ കറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആണ് എറർ എന്ന് പറയുന്നു. ഓക്കെ, ഓരോരുത്തരായിട്ട് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഏതൊക്കെ ടൈപ്പ് എറർ പഠിച്ചിട്ടുണ്ട്? ക്യുമുലേറ്റീവ് എറർ, ഒരേ മാത്തമെറ്റിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ലോസ് ഫോളോ ചെയ്യുന്ന ക്യുമുലേറ്റീവ് എറർ. ചാൻസ് വെച്ചിട്ട് പറയുന്നത് എന്താണ്, കോമ്പൻസേറ്റീവ് എറർ. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് നോക്കാം? ഫസ്റ്റ് വൺ, ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ടേപ്പ്. നമ്മൾ ആദ്യമേ പഠിച്ചു അല്ലേ, 20 മീറ്ററിന്റെ ടേപ്പ് എത്രയായി നമ്മൾ അറിയാതെ 21 സോ കറക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്, +1 ആണ് അല്ലേ. സോ എറർ എന്ന് പറയുന്നത് എത്രയായിരിക്കും, -1 ആയിരിക്കും. ഓക്കെ, ഓരോ തവണ ചെയിൻ എടുക്കുന്നതിനനുസരിച്ചും കറക്ഷൻ ഒരുപോലെ കൂടി പോകുന്നു. അതായത് ഒരുപോലെ എററും അക്യുമുലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഒരുപോലെ എറർ വന്നുകൊണ്ടിരിക്കുന്നു, ക്യുമുലേറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു. സോ ഇൻകറക്റ്റ് ചെയിൻ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, എറർ ക്യുമുലേറ്റീവ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവ് ആവുന്നത് എപ്പോൾ, നെഗറ്റീവ് ആവുന്നത് എപ്പോൾ, നോക്കിയേ. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ വിശദമായിട്ട് അതിനെക്കുറിച്ച് ഡീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചെയിൻ ലെങ്ത് കൂടുകയാണെങ്കിൽ എറർ എന്താണ്, ചെയിൻ ലെങ്ത് കൂടുകയാണെങ്കിൽ നമ്മൾ എന്താണ്, കറക്ഷൻ +1 അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മുടെ എറർ എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. വിശദമായിട്ട് നമ്മളത് പഠിച്ചിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ക്യുമുലേറ്റീവ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. രണ്ടാമത്തെ എന്താ, ബാഡ് റേഞ്ചിങ് കേട്ടിട്ടുണ്ടേ. എന്തൊക്കെ കേട്ടു, ഡയറക്റ്റ് റേഞ്ചിങ്, ഇൻഡയറക്റ്റ് റേഞ്ചിങ്, അതൊക്കെ റെസിപ്രോക്കൽ റേഞ്ചിങ്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ, എൻഡ് പോയിന്റ്സ് ആർ വിസിബിൾ, എൻഡ് പോയിന്റ്സ് ആർ നോട്ട് വിസിബിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരി, ഇതാ നോക്കിയേ, എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. എന്താ റേഞ്ചിങ്, ദ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ഇന്റർമീഡിയറ്റ് പോയിന്റ് അല്ലേ. എ ബി എന്ന് പറയുന്ന വരയ്ക്ക് ദ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ഇൻ ബിറ്റ്വീൻ ടു സർവേ സ്റ്റേഷൻസ് ഈസ് കോൾഡ് റേഞ്ചിങ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഇന്റർമീഡിയറ്റ് ആയിട്ട് കറക്റ്റ് എവിടെ ചെയ്യാനുള്ള, ഈ സി, എ ബി എന്ന് പറയുന്ന വരയിൽ തന്നെ ഞാൻ എന്ത് ചെയ്യണം, സി ചെയ്യണം. ബാഡ് റേഞ്ചിങ്, ബാഡായിട്ട് എന്ത് സംഭവിച്ചു, ഈ വരയിൽ നിന്ന് മാറിയതേ സി ഇവിടെ ആയിപ്പോയി, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു, സി ദേ ഇവിടെ ആയിപ്പോയി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ചെയിൻ എടുക്കുന്നു.
ചെയിൻ എടുത്തിട്ട് ഞാൻ അളക്കുന്നു. എ തൊട്ട് സി വരെ എത്ര ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ 20 മീറ്റർ ചെയിൻ ആയിരുന്നു. ഞാൻ പറയുന്നു എ തൊട്ട് സി വരെ എത്ര ഉണ്ടെന്ന് എൻ്റെ ബുക്കിൽ എഴുതി. എൻ്റെ ബുക്കിൽ ഞാൻ എത്രയെന്ന് എഴുതി? എ തൊട്ട് സി വരെ 20 മീറ്റർ ഉണ്ടെന്ന് ഞാൻ എഴുതി. ശരിക്കും 20 മീറ്റർ ഉണ്ടോ? 20 മീറ്റർ ഇല്ലല്ലേ, അതിനേക്കാൾ ചെറിയൊരു വാല്യൂ ആയിരിക്കും അല്ലേ. ഇതാ ഇങ്ങനെ വളഞ്ഞു പോയി, ബാഡ് റേഞ്ചിങ് കാരണം ചെയിൻ എന്ത് ചെയ്തു? അലൈൻമെന്റ് മാറിപ്പോയി. ഇത് പ്ലാൻ വ്യൂ ആണേ, പ്ലാൻ വ്യൂ. സോ ഇത് എത്ര ഇല്ല? 20 ഇല്ല അല്ലേ, 20 ഇല്ല. ഞാൻ കൊടുക്കാനുള്ള കറക്ഷൻ എന്താണ്? കറക്ഷൻ എന്ന് പറയുന്നത് ഞാൻ എ തൊട്ട് സി വരെ 20 ഉണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് എ തൊട്ട് സി വരെ അതിനേക്കാൾ ചെറിയൊരു വാല്യൂ, അതിനേക്കാൾ ചെറിയൊരു വാല്യൂ ആയിരിക്കും. സോ കറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. കറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. സോ എറർ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, ഇപ്പുറത്ത് വന്നാലും സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, ഒരുപോലെ മാറിപ്പോകുന്നു. ഒരുപോലെ എന്ത് ചെയ്യുന്നു? ഞാൻ കറക്ഷൻ നെഗറ്റീവ് ചെയ്യുന്നു, എറർ കൂടുതലാണ്. സോ എറർ ഈസ് ക്യുമുലേറ്റീവ് പോസിറ്റീവ്. എറർ ഈസ് ക്യുമുലേറ്റീവ് പോസിറ്റീവ്. എറർ ഈസ് ക്യുമുലേറ്റീവ് പോസിറ്റീവ്. ക്യുമുലേറ്റീവ് പോസിറ്റീവ്. നെക്സ്റ്റ് എന്താ? ചെയിൻ നോട്ട് സ്ട്രെച്ച് ഹൊറിസോണ്ടലി. ചെയിൻ നോട്ട് സ്ട്രെച്ച് ഹൊറിസോണ്ടലി. ഇതാ നോക്കിയേ, ഫ്രണ്ട് വ്യൂ ആണ്. എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. എനിക്ക് എന്ത് ചെയ്യണം? ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക്, ഫ്രണ്ട് വ്യൂ ആണ്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുക, ചെയിൻ ഇടണം അല്ലേ, ചെയിൻ ഇടണം. ഓക്കെ, ഇങ്ങനെ ഞാൻ സ്ട്രൈറ്റ് ആയിട്ടായിരുന്നു പിടിക്കാനുള്ളത്. പകരം എന്ത് സംഭവിച്ചു? ചെയിൻ എന്താ? ഹൊറിസോണ്ടലിൽ നിന്ന് മാറിയിട്ടൊത്തി ഇൻക്ലൈൻഡ് ആയിപ്പോയി. ഞാൻ വീണ്ടും പറയുന്നത് എന്താ? എൻ്റെ ഫീൽഡ് ബുക്കിൽ ഞാൻ പറയുന്നു എ ബി എന്ന് പറയുന്ന ലെങ്ത് 20 മീറ്റർ. എന്തുകൊണ്ട് ഞാൻ ഈ 20 എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നതാണ് ഈ 20 എന്ന് പറയുന്ന നമ്പർ. ഓക്കെ, ഒരു ചെയിൻ ലെങ്ത് 20 മീറ്റർ മെട്രിക് ചെയിൻ്റെ, അതുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാ. ഓക്കെ, എ ബി എന്ന് പറയുന്ന ലെങ്ത് എത്ര ഉണ്ടെന്ന് ഞാൻ പറയുന്നു? 20 ഉണ്ടെന്ന് പറയുന്നു. ശരിക്കും 20 ഉണ്ടോ? ഇല്ല. എ ബി എന്ന് പറയുന്ന ഏതാ? കറക്റ്റ് ഇതാണ് എ ബി എന്ന് പറഞ്ഞ് ഞാൻ അളക്കേണ്ടത്. ഹൊറിസോണ്ടാലിറ്റി മാറിപ്പോയി. സോ എന്ത് സംഭവിച്ചു? ഞാൻ എന്ത് ചെയ്യണം? ഈ 20ന്റെ കൂട്ടത്തിൽ ഒരു വാല്യൂ കുറച്ചു കൊടുക്കണം അല്ലേ. കറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണല്ലേ. കറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. സോ എറർ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണല്ലേ. റിപ്പീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? എറർ ഒരുപോലെ കൂടിക്കൊണ്ടേയിരിക്കും. സോ ഇറ്റ് ഈസ് ക്യുമുലേറ്റീവ്. ഇറ്റ് ഈസ് ഓൾസോ ക്യുമുലേറ്റീവ് പോസിറ്റീവ്. എറർ കൂടിക്കൊണ്ടേയിരിക്കുന്നു. നെക്സ്റ്റ് എന്താ? ചെയിൻ നോട്ട് സ്ട്രെച്ച് ടൈറ്റ്ലി. ഇതാ ഞാനൊരു പ്ലാൻ വരയ്ക്കാം. എ, ഞാൻ അടുത്ത പോയിന്റ് ബി. നോക്കിയേ, ചെയിൻ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ലിങ്കുകളല്ലേ എൻ്റെ ചെയിൻ. കറക്റ്റ് ഞാൻ എന്താ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നല്ലൊരു ബലത്തിൽ, എത്ര ബലം എന്നൊക്കെ നമുക്കറിയാമല്ലോ, 8 കിലോഗ്രാം. അതൊക്കെ നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? പഴയതുമായിട്ട് എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് പോവുക. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? പ്രശ്നമില്ല, ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ എന്ത് സംഭവിച്ചു? ഞാൻ ചെയിൻ നോട്ട് സ്ട്രെച്ച് ടൈറ്റ്ലി, ചെയിൻ ഞാൻ എന്ത് ചെയ്തില്ല? ഇതുപോലെ കറക്റ്റായിട്ട് സ്ട്രെച്ച് ചെയ്തില്ല. പകരം ഞാൻ എന്ത് ചെയ്തു? ഇവിടെ വന്നു. നെക്സ്റ്റ് ഇങ്ങനെയായി. ഇങ്ങനെ എൻ്റെ ലിങ്കുകൾ എന്ത് സംഭവിച്ചു? കറക്റ്റായിട്ട് സ്ട്രെച്ച് ആയിട്ടില്ല. അപ്പോൾ എന്താ? ഞാൻ എൻ്റെ ബുക്കിൽ ഞാൻ എന്തെഴുതുന്നു? എ ബി എന്ന് പറയുന്ന ലെങ്ത് എത്ര ഉണ്ടെന്ന് എഴുതുന്നു? 20 ഉണ്ടെന്ന് ഞാൻ എഴുതുന്നു. എ ബി എന്ന് പറയുന്ന ലെങ്ത് എത്ര ഉണ്ടെന്ന് എഴുതുന്നു? 20 ഉണ്ട്. കാരണം എന്താ? എൻ്റെ ചെയിൻ്റെ അപ്പുറം ഇവിടുത്തെ ബ്രാസ് ഹാൻഡിൽ എക്കും ബിക്കും ഇടയിലാണ് ഇരിക്കുന്നത്. പക്ഷെ നോക്കി, ചെയിൻ കറക്റ്റ് സ്ട്രെച്ച് ആയിട്ടില്ല. സോ എ ബി എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? 20നേക്കാൾ കുറഞ്ഞൊരു വാല്യൂ ആയിരിക്കും അല്ലേ. സോ കറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കറക്ഷൻ ഇവിടെയും നെഗറ്റീവാണ്. ചിലപ്പോൾ എ ബി എന്ന് പറയുന്നത് 19 മീറ്റർ ഉണ്ടായിരുന്ന ആളായിരിക്കും. കറക്ഷൻ നെഗറ്റീവാണ്. സോ എന്താ? എൻ്റെ എറർ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. സോ ഇവിടെയും ക്യുമുലേറ്റീവ് പോസിറ്റീവ്. എറർ എന്താണ്? ക്യുമുലേറ്റീവ് പോസിറ്റീവ്. എറർ ഈസ് ക്യുമുലേറ്റീവ് പോസിറ്റീവ്. ഓക്കെ, ശരി. നെക്സ്റ്റ് എന്താ? എറർ ഡ്യൂ ടു സാഗ്. നമ്മൾ ഡീൽ ചെയ്തതാണ്. ഓക്കെ, 2 പോയിന്റിന്റെ ഇടയിൽ എൻ്റെ ചെയിൻ എന്ത് സംഭവിക്കുന്നു? സാഗ് ചെയ്തു പോകുമ്പോഴത്തേക്ക് ഞാൻ എന്ത് പറയുന്നു? എക്കും ബിക്കും ഇടയിൽ 20 മീറ്റർ ഉണ്ടെന്ന് ചെയിൻ നോക്കി പറയുന്നു. കാരണം എന്താ? ചെയിനിന്റെ രണ്ട് അറ്റത്തല്ലേ, ചെയിനിന്റെ 2 എഡ്ജും എ ബി എന്ന് പറയുന്ന പോയിന്റിലാണ്. സോ ഞാൻ എന്ത് പറയുന്നു? എ ബി 20 ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ എ ബി ശരിക്കും എത്ര? 20 ഇല്ല. സോ കറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവാണ്. എറർ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവാണ്. ഇതെല്ലാം നമ്മൾ ഒരു വലിയ വീഡിയോയിൽ തന്നെ ഡീൽ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഇതെന്താണ്? എറർ ക്യുമുലേറ്റീവ് പോസിറ്റീവ് ആണ്. ഓക്കെ, എറർ ഡ്യൂ ടു
എറർ ഡ്യൂ ടു ഹോൾഡിംഗ്, എറർ ഡ്യൂ ടു ഹോൾഡിംഗ്, എറർ ഡ്യൂ ടു ഹോൾഡിംഗ്. ഹോൾഡിംഗ് മീൻസ് പിടിക്കുക. നമ്മൾ നേരത്തെ ഡീൽ ചെയ്ത സംഭവം എന്താ, ഇവിടെ നിന്ന് പിടിച്ചു തുടങ്ങി, ചിലപ്പോൾ ഇവിടെ നിന്ന് പിടിച്ചു തുടങ്ങുന്നു, ചിലപ്പോൾ ഇവിടെ നിന്ന് പിടിച്ചു തുടങ്ങുന്നു, ചിലപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നു, ചിലപ്പോൾ ഇപ്പുറത്തെ അറ്റത്ത് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നു. സോ ഇതെന്ന് പറയുന്നത് എന്താണ്, കോമ്പൻസേറ്റീവ് ആണ് അല്ലേ. എറർ ഡ്യൂ ടു ഹോൾഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, കോമ്പൻസേറ്റീവ് ആണ്. നമ്മൾ നോക്കിയായിരുന്നു, ഈ ക്ലാസ്സിൽ തന്നെ നോക്കിയായിരുന്നു. കോമ്പൻസേറ്റീവ് ആണ്, കോമ്പൻസേറ്റീവ്, കോമ്പൻസേറ്റീവ് ആണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് എന്താണ്, എറർ ഡ്യൂ ടു മാർക്കിംഗ്. എറർ ഡ്യൂ ടു മാർക്കിംഗ് അതെന്താ സംഭവം നോക്കിയേ. എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, എനിക്ക് ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ഈ എക്കും ബിക്കും ഇടയിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ചെയിൻ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ടു. കറക്റ്റ് 20 മീറ്ററേ ഉള്ളെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ബുക്കിൽ എ ബി ഈസ് ഈക്വൽ ടു 20 മീറ്റർ എന്ന് ഞാൻ എഴുതും. ഓക്കെ, അതേസമയം എന്താ 20 മീറ്റർ ഇല്ല, ഒരു 17.5 മീറ്റർ, ഒരു 17.5 മീറ്ററേ ഉള്ളെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ബുക്കിൽ എ ബി ഫുൾ ലെങ്ത് ഇല്ല, ചെയിനിൻ്റെ ഫുൾ ലെങ്ത് ഇല്ല, ചെയിൻ ഇവിടെ വരെയുള്ളൂ. എ ബി ഈസ് ഈക്വൽ ടു ഞാൻ ചിലപ്പോൾ എന്തെഴുതും 17.5, ചിലപ്പോൾ ഞാൻ എന്ത് 17.5, 17.5 പകരം ചിലപ്പോൾ അതെന്തായി പോവാം 17.4 ആവും. കാരണം എന്താ, ചെയിൻ ആണല്ലേ, ചെയിനിൽ ഇങ്ങനെ സെൻറ്റിമീറ്റേഴ്സ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. സോ അതെന്തായി, ചിലപ്പോൾ 17.4 ആയിപ്പോയി, ചിലപ്പോൾ എന്തായി പോവും 17.6 ആയി പോവും. ഏതാകാനും സാധ്യതയുണ്ട്, 17.7 അല്ലെങ്കിൽ 17.3. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്ന, നമ്മളെ ഫീൽഡ് ബുക്കിൽ മാർക്ക് ചെയ്യുന്ന ആ ഒരു ലെങ്ത് എന്ത് ചെയ്യാം, ചിലപ്പോൾ കൂടാനും കുറയാനും സാധ്യതയുണ്ട്. ഈക്വലി ലൈക്ക്ലി, കൂടിപ്പോകാനും സാധ്യതയുണ്ട്, കുറയാനും സാധ്യതയുണ്ട്. സോ എന്താണ് ഇതെന്ന് പറയുന്നത്, കോമ്പൻസേറ്റീവ് ആണ്. കോമ്പൻസേറ്റീവ് എന്ന് പറയുമ്പോൾ പോസിറ്റീവോ നെഗറ്റീവോ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, കോമ്പൻസേറ്റീവ് എററിന്റെ പ്രത്യേകത എന്താണ്, അത് പോസിറ്റീവോ നെഗറ്റീവോ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത എറർ നോക്കാം. അടുത്ത എറർ എന്താ, എറർ ഡ്യൂ ടു ടെമ്പറേച്ചർ. ഓക്കെ, ഇത് നമ്മൾ ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ നോക്കിയതാണ് അല്ലേ. എറർ ഡ്യൂ ടു ടെമ്പറേച്ചർ എന്താ സംഭവം, ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ എൻ്റെ ചെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ അളക്കാൻ പോകുമ്പോൾ ആ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിനേക്കാൾ ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടാം, ചിലപ്പോൾ കുറയാം. കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇത്ര ഉണ്ടായിരുന്ന ചെയിൻ കുറച്ച് എക്സ്പാൻഡ് ആവും അല്ലേ. ആ ഒരു എക്സ്പാൻഷൻ എന്ത് സംഭവിക്കും, എല്ലാ അളവുകളിലും, ഞാൻ ആ ടെമ്പറേച്ചറിൽ എടുക്കുന്ന എല്ലാ അളവുകളിലും എന്ത് സംഭവിക്കും, ബാധിക്കും അല്ലേ. സോ അതെന്ന് പറയുന്നത് എന്തായിരിക്കും, ക്യൂമുലേറ്റീവ് ആയിരിക്കും അല്ലേ. ക്യൂമുലേറ്റീവ് ആകുമ്പോൾ എന്താ സംഭവിക്കുക, ചെയിൻ്റെ ലെങ്ത് കൂടുകയാണെങ്കിൽ എറർ എന്താവും, കുറയുകയാണെങ്കിൽ എറർ എന്താവും. ഓക്കെ, അത് നമ്മൾ നോക്കിയിട്ടുണ്ട്. ക്യൂമുലേറ്റീവ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. എന്താ നോക്കിയേ, ഇവിടെ ഒരു കാര്യം നമുക്ക് നോക്കണം. എറർ ഡ്യൂ ടു പുൾ. എന്താ, ഞാൻ ചെയിൻ പിടിക്കാനുള്ള ഒരു സ്റ്റാൻഡേർഡ് പുൾ എനിക്കറിയാം, 8 കിലോഗ്രാം ആണെന്നറിയാം. ഓക്കെ, ചിലപ്പോൾ ഞാൻ ചെയിൻ പിടിക്കുന്നത് 8 കിലോഗ്രാമിൽ കൂടാനും സാധ്യതയുണ്ട്, 8 കിലോഗ്രാമിൽ കുറയാനും സാധ്യതയുണ്ട്. സപ്പോസ് ഞാൻ ചെയിൻ പിടിക്കുന്നത് 10 കിലോഗ്രാം ഫോഴ്സിലാണെന്ന്, 10 കിലോഗ്രാമിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സിലാണ് ഞാൻ പിടിക്കുന്നതെന്ന് വെച്ചോ. നമ്മൾ ഇതിൻ്റെ എല്ലാം പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്നു, അത് ക്യുമുലേറ്റീവായിട്ട് പോകുന്നു അല്ലേ. ക്യുമുലേറ്റീവായിട്ട് പോകുന്നു. അത് എറർ ഏത് ടൈപ്പാണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ നമ്മൾ നല്ല വൃത്തിയായിട്ട് ആ പ്രോബ്ലത്തിൽ ഡീൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെ, ലെങ്ത് കൂടി. സോ അളന്ന വാല്യൂവിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു ചെറിയ സംഖ്യനെ കൂട്ടി കൊടുക്കണം അല്ലേ. സോ കറക്ഷൻ പോസിറ്റീവ്, എറർ നെഗറ്റീവ്, അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ക്യുമുലേറ്റീവ്, പോസിറ്റീവ്, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഞാൻ കൊടുക്കുന്ന ആ ഒരു പുള്ളെന്ന് പറയുന്നത് 8 കിലോഗ്രാമിനേക്കാൾ കുറവായ ഒരു 6 കിലോഗ്രാം, ഒരു സ്റ്റാൻഡേർഡ് പറയുന്നതിന് സ്റ്റാൻഡേർഡ് ഞാൻ എത്ര എടുക്കുന്നു, 8 കിലോഗ്രാം എന്ന് ഞാനൊരു സ്റ്റാൻഡേർഡ് എടുക്കുന്നു, അതിനേക്കാൾ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും, ചെയിൻ്റെ നീളം എന്ത് ചെയ്യും, കുറഞ്ഞു പോകും അല്ലേ. ചെയിൻ്റെ നീളം എന്ത് ചെയ്യും, കറക്റ്റ് സ്ട്രെച്ച് ആവത്തില്ല. സോ ഞാൻ അളക്കുന്ന അളവുകൾ എന്തായിരിക്കും, അധികമായിരിക്കും ഞാൻ എഴുതുന്നത്. 19 മീറ്റർ ഉള്ളതിന് ഞാൻ എത്രയെന്ന് എഴുതുന്നു, 20 എന്ന് എഴുതുന്നു അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഒന്ന് കൂട്ടി കൊടുക്കണം അല്ലേ. സോ എന്താണ്, എൻ്റെ കറക്ഷൻ പോസിറ്റീവാണ്, എറർ നെഗറ്റീവാണ് അല്ലേ. സോ അവിടെ എന്തായിരിക്കും, ക്യൂമുലേറ്റീവ് നെഗറ്റീവ്. ഓക്കെ, സോ എറർ ഡ്യൂ ടു പുൾ എന്ന് പറയുന്നത് ക്യൂമുലേറ്റീവ് പോസിറ്റീവോ നെഗറ്റീവോ ആവാനുള്ള ചാൻസ് ഉണ്ട്, അത് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി ഒരു കൺസെപ്റ്റ് ഉള്ളത് നോക്കിയേ, 8 കിലോഗ്രാം
എന്ന് പറയുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ പറയുന്ന ഏതോ ഒരു സ്റ്റാൻഡേർഡ് ഫോഴ്സ് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ അളവ് ഞാൻ എടുക്കുമ്പോൾ 8നേക്കാൾ കൂടിയ ഒരു ഫോഴ്സ് ഞാൻ കൊടുക്കുന്നു. 8നേക്കാൾ കൂടിയ ഒരു ഫോഴ്സ്, ഉദാഹരണത്തിന് ഞാൻ 9 കിലോഗ്രാം കൊടുക്കുന്നു. ഓക്കെ. രണ്ടാമത് എടുക്കുമ്പോഴും ഞാൻ ഒരു കൂടിയ ഫോഴ്സ് 9ന് പകരം ചിലപ്പോൾ ഒരു 10 കിലോഗ്രാം കൊടുക്കുന്നു. നോക്കിയേ, മൂന്നാമത്തെ അളവുകളെല്ലാം അടുപ്പിച്ചല്ലേ എടുത്തു പോണ. ഇപ്പോൾ ഒരു അളവെടുത്താൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത അളവെടുത്താണ് നമ്മൾ പോകുന്നത്. നോക്കിയേ, 9ആയി. മൂന്നാമത്തെ അളവെടുത്തപ്പോൾ അത് 6 കിലോഗ്രാം ആയിപ്പോയി, കുറഞ്ഞു പോയി. നാലാമത്തെ അളവെടുത്തപ്പോഴത്തേക്ക് അത് എത്രയായി? ഒരു 7 കിലോഗ്രാം ആയിപ്പോയി. അടുത്ത അളവെടുക്കുമ്പോൾ വീണ്ടും എത്രയിൽ വരുന്നു? 9ൽ വരുന്നു. കണ്ടോ, ആ ഒരു റെഫറൻസിന്റെ അപ്പുറവും ഇപ്പുറവും മാറി മാറി കളിക്കുന്നു. ഓക്കെ, കണ്ടോ, പെട്ടെന്ന് തന്നെ അപ്പുറവും ഇപ്പുറവും മാറുന്നു. സോ ഇവിടെ സംഭവിക്കാൻ പോകുന്ന എന്താണ്? കുറച്ച് സ്ഥലത്ത് നീളം കുറയുന്നു, കുറച്ച് സ്ഥലത്ത് നീളം കൂടുന്നു. നോക്കിയേ, കുറച്ച് സ്ഥലത്ത് എറർ കൂടുന്നു, അതേ സെയിം ടൈമിൽ കുറയുന്നു. അല്ലാതെ ഒരുപോലെ കൂടി പോകുന്നില്ല, ഒരുപോലെ കുറഞ്ഞും പോകുന്നില്ല. കണ്ടോ, ചിലപ്പോൾ കൂടുന്നു, ചിലപ്പോൾ കുറയുന്നു. ആ ടൈപ്പ് എററുകളെ നമ്മൾ പറയുന്ന പേരെന്താണ്? അതാണ് കോമ്പൻസേറ്റീവ് എറർ. അതാണെന്ത്? കോമ്പൻസേറ്റീവ് എറർ. സോ ചില സമയത്ത് അതെന്തായി പോകുന്നു? കോമ്പൻസേറ്റീവ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആകുന്നു. സോ ഈ എറർ ഡ്യൂ ടു പുള്ളിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് സെപ്പറേറ്റ് തന്നെ നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എറർ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്ന കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതിൻ്റെ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു ചെറിയ കാര്യം കൂടെ നോക്കിയിട്ട് പോകാം. ഇപ്പോൾ നമുക്ക് എറർ എന്താണ്, കറക്ഷൻ എന്താണ് എന്ന് നല്ല രീതിക്ക് അറിയാം. ഓക്കെ, ശരി. ഇനി ഇതാ നോക്കിയേ, എറർ കുറയ്ക്കാൻ, എൻ്റെ ലീനിയർ മെഷർമെൻറ്റിൽ എറർ കുറയ്ക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു. ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? ചെയിൻ പഠിച്ചു അല്ലേ. പിന്നെ പഠിച്ചത് ഏതാണ്? ടേപ്പല്ലേ. ടേപ്പിൽ ഏതൊക്കെ ടൈപ്പ് ടേപ്പ് പഠിച്ചു നമ്മൾ? ആദ്യം നമ്മൾ ലിനൻ ടേപ്പ് പഠിച്ചു. അതിനെ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ കൊടുത്തിട്ട് മെറ്റാലിക് ടേപ്പാക്കി. അതിനെ ഞാൻ എന്ത് ചെയ്തു? മെറ്റാലിക്കിനെ മാറ്റി ഞാൻ സ്റ്റീൽ ടേപ്പ് കൊണ്ടുവന്നു. അതിനുശേഷം ഇൻവാർ ടേപ്പ് കൊണ്ടുവന്നു. ഇതായിരുന്നു എൻ്റെ ഓർഡർ. എങ്ങനെ? ചെയിന്, ലിനൻ ടേപ്പ്, മെറ്റാലിക് ടേപ്പ്, സ്റ്റീൽ ടേപ്പ്, അത് കഴിഞ്ഞിട്ട് ഇൻവാർ ടേപ്പ്. സോ ഇൻക്രീസിങ് ഓർഡറിൽ ഞാൻ പറയുന്നത് എന്താണ്? അതിൻ്റെ അക്യുറസിയുടെ ഇൻക്രീസിങ് ഓർഡർ ആണല്ലേ. അപ്പോൾ ഏറ്റവും നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് കിട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഏറ്റവും ആക്യുറസി കൂടിയ റീഡിങ് കിട്ടാനായിട്ട് ഞാൻ എന്ത് യൂസ് ചെയ്യണം? ആദ്യം ഇൻവാർ ടേപ്പ് യൂസ് ചെയ്യണം അല്ലേ. ഇൻവാർ ടേപ്പിനായിരിക്കും എത്ര? ആക്യുറസി കൂടുതൽ. ഇതിൻ്റെ ആക്യുറസി എത്രയാണെന്ന് വെച്ചാൽ 1/10,000 ആണ്. 1/10,000. എന്താ ഇതിൻ്റെ അർത്ഥം? ഞാൻ 10,000 10,000 മീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ, ഏത് വേണോ ആയിക്കോട്ടെ, 10,000 യൂണിറ്റ്. തൽക്കാലം ഞാൻ 10,000 മീറ്റർ എന്ന് എടുക്കുകയാണെങ്കിൽ കിട്ടുന്ന വാല്യൂ കറക്റ്റ് 10,000 മീറ്റർ പ്ലസ് ഓർ മൈനസ് 1 മീറ്റർ ആയിരിക്കണം. ഓക്കെ, അതാണ് എന്ത്? 1/10,000, 1/10,000 എന്ന് പറയുന്നത്. അതായത് നമുക്ക് എത്രയാവാം? 10,001 വരാം, 9,999 വരാം. ഇതിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കണം നമുക്ക് എന്ത് കിട്ടാനുള്ളത്? ഉത്തരമായിട്ട്. ഇത് വെച്ച് അളക്കുമ്പോൾ ഈ ഒരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അതാണ് എന്ത്? ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ. സോ ഇൻവാർ ടേപ്പ് യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. അതായത് 10,000 മീറ്റർ അളക്കുകയാണെങ്കിൽ വെറും 1 മീറ്റർ ആയിരിക്കും അതിൽ വരുന്ന എറർ എന്ന് പറയുന്നത്. ഓക്കെ, വെറും 1 മീറ്റർ ആയിരിക്കും അതിൽ വരുന്ന എറർ എന്ന് പറയുന്നത്. നോക്കിയേ, ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ഞാൻ അളക്കാനുള്ള അളവ് ഏത്? ലീനിയർ മെഷർമെന്റിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള അളവ് ഏതാണ്? അത് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ബേസ് ലൈൻ അല്ലേ. എന്തായിരുന്നു? ബേസ് ലൈനിനെ വെച്ചിട്ടാണ് സർവേ സ്റ്റേഷൻസ് ആൻഡ് സർവേ ലൈൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ബേസ് ലൈനിനെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ സർവേ ലൈനുകളും പ്ലോട്ട് ചെയ്യുന്നത്. സോ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് അളക്കാനുള്ള ബേസ് ലൈൻ 1/10,000 ആക്യുറസി ഉള്ള ഇൻവാർ ടേപ്പ് വെച്ച് അളക്കണം. ഓക്കെ, ശരി. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ള ഇൻവാർ ടേപ്പ് കഴിഞ്ഞാൽ തൊട്ട് ആക്യുറസി കുറയുന്ന ആർക്കാണ്? സ്റ്റീൽ ടേപ്പ് അല്ലേ. സ്റ്റീൽ ടേപ്പ് അതെത്രയാണ്? ഇതിൻ്റെ ഒരു 0 അങ്ങ് വെട്ടിക്കളയുക. ഓക്കെ, 1000. ഓക്കെ, 1/1000 ആണ് എന്ത്? സ്റ്റീൽ ടേപ്പ്. ഓക്കെ, 1/1000 ആണ് സ്റ്റീൽ ടേപ്പിനുള്ളത്. ഓക്കെ, മൂന്നാമത് നമുക്കുള്ളത് ഏതാണ്? ഓക്കെ, മൂന്നാമത് നമുക്ക് നോക്കാനുള്ളത് കാലിബറേറ്റഡ് ചെയിൻ. അതായത് നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള ചെയിൻ. കാലിബറേറ്റഡ് ചെയിൻ മീൻസ് ആക്യുറേറ്റ് ആയിട്ടുള്ള ചെയിൻ യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് എത്ര കിട്ടണം? ഇതേ സെയിം ആക്യുറസി തന്നെ കിട്ടണം. എത്ര? 1/10,000.
1000. 1 in 1000 എന്ന് പറയുന്ന അതേ ആക്യുറസി തന്നെ എനിക്ക് എന്ത് കിട്ടണം, ഈ ചെയിൻ യൂസ് ചെയ്യുമ്പോഴും കിട്ടണം. ഓക്കെ, ചെയിൻ യൂസ് ചെയ്യുമ്പോഴും കിട്ടണം. അടുത്തെന്താണ് നമ്മൾ ഇത്രയല്ലേ പഠിച്ചത്? ഏതൊക്കെയാണ്? ഇൻവാർ ടേപ്പ് പഠിച്ചു, സ്റ്റീൽ ടേപ്പ് പഠിച്ചു, കാലിബറേറ്റഡ് ചെയിൻ, ആക്യുറേറ്റ് ആയിട്ടുള്ള ചെയിൻ. ഇനി എന്താ? ചെയിനിങ് ഇൻ ആവറേജ് ഏരിയ, ആവറേജ് പ്ലെയിൻ ഏരിയ, ആവറേജ് ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ. ഓക്കെ, സാധാരണ ഒരു നോർമൽ കണ്ടീഷനിൽ ഞാൻ ചെയിനിങ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതി എഴുതുക, 1 in 500 ആയിരിക്കണം. അതായത് 500 മീറ്റർ അളക്കുകയാണെങ്കിൽ 501 ആവാൻ പ്രശ്നമില്ല, 499 ആവാം, അതും പ്രശ്നമില്ല. 501.5 ആയിക്കൂടാ, 498.5 ആയിക്കൂടാ. സോ കിട്ടുന്ന വാല്യൂ എത്ര കിടക്കി നിൽക്കണം? 499നും 501നും ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടാനുള്ളത്. ഓക്കെ, അതാണ് എന്ത്? ചെയിനിൻ്റെ ആവറേജ് പ്ലെയിൻ ഏരിയയിൽ നമ്മൾ നടത്തുമ്പോഴുള്ള ആക്യുറസി എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ചെയിനിങ് ഇൻ ഹില്ലി ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 1 in 250 ആണ്. അതായത് നേരത്തെ എഴുതിയതിൻ്റെ നേരെ പകുതി. ഓക്കെ, ചെയിനിങ് ഇൻ ഹില്ലി ഏരിയ. ഇത്രയാണ് നമുക്ക് എന്ത് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് കിട്ടാനായിട്ട് യൂസ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റുകളുടെ കാര്യം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ലെങ്ത് ഓഫ് ഓഫ്സെറ്റ്. ഓക്കെ, ഈ ഒരു ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ പ്രോബ്ലംസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? വരുന്ന ക്ലാസ്സുകളിൽ ഡീൽ ചെയ്യാം. തൽക്കാലം നമുക്ക് ഒരു കാര്യം പഠിച്ചു വയ്ക്കാം. ഇഫ് ലെങ്ത് ഓഫ് ഓഫ്സെറ്റ് ഗ്രേറ്റർ ദാൻ 15 മീറ്റർ, അതിനെ പറയുന്ന പേരാണ് ലോങ് ഓഫ്സെറ്റ്. ഓക്കെ, നമുക്ക് എന്താ ചെയിൻ ലൈൻ ഉണ്ട്. ആ ചെയിൻ ലൈനിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം? ഒരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനോ എനിക്ക് എന്ത് ചെയ്യണം? ലൊക്കേറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണം? ആ ചെയിൻ ലൈനിൽ നിന്ന് ട്രാൻസ്വേഴ്സ് ആയിട്ട് ഒരു ഡിസ്റ്റൻസ് അളക്കുന്നു. അതിനെ പറയുന്ന പേരാണ് എന്ത്? ഓഫ്സെറ്റ്. ഇതെല്ലാം നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. ഇത് 15 മീറ്ററിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? ലോങ് ഓഫ്സെറ്റ് ആണ്. 15നേക്കാൾ കുറവാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? ഷോർട്ട് ഓഫ്സെറ്റ്. ഓക്കെ, സോ അതും കൂടെ ഒന്ന് ഡീൽ ചെയ്യുക. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. തൽക്കാലം ഇത്രയേ ഉള്ളൂ, നോക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ള ചെയിനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളിലെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ARC, the Gate Coaching Hub of Kerala.